സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ സ്വാഗതഗാനം ചിട്ടപ്പെടുത്താൻ ഒരു നടി എത്ര രൂപയാണ് ആവശ്യപ്പെട്ടതെന്നറിയാമോ? 5000 രൂപ, 50,000 രൂപ, 1 ലക്ഷം? അല്ല, 5 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു എന്നാണ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞത്. ഒരു നടി കലോത്സവത്തിലൂടെ വളർന്നു വന്ന നടിയാണെന്നും പണത്തോടുള്ള ആർത്തിയാണ് ചിലർക്കെന്നുമാണ് മന്ത്രിയുടെ വിമർശനം. പണം കൊടുക്കില്ലെന്ന് പറഞ്ഞവരെ ഒഴിവാക്കിയെന്നും മന്ത്രി പറഞ്ഞു. സുനിഷ ഏലൂർ ചേരുന്നു. സുനിഷ, ഇതേത് നടിയെന്ന് കൂടി നമുക്കങ്ങ് പറയാമായിരുന്നു. 5 ലക്ഷം രൂപയാണത്രേ ചോദിച്ചത്, അല്ലേ? ഒരു സ്വാഗതഗാനം ആശംസിക്കുന്നതിന് വേണ്ടിയിട്ട്, അതും കലോത്സവത്തിലൂടെ വളർന്നു വന്ന ഒരു നടിയാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. ഇപ്പോൾ 10,000 50,000 ഇനി പോട്ടെ 50,000 രൂപ വരെയൊക്കെ ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം സുനിഷ. ഇതൊരു കലോത്സവമല്ലേ, ഇതൊരു വലിയ അവാർഡ് ഡേറ്റൊന്നും അല്ലല്ലോ ഈ നടി ഇതൊക്കെ ചോദിക്കാൻ. അപ്പം മന്ത്രി എന്തായാലും ഇടപെട്ടത് നന്നായി എന്നാണ് മനസ്സിലാക്കുന്നത്. മന്ത്രിയുടെ പ്രതികരണം എങ്ങനെയായിരുന്നു സുനിഷ? അരുൺ, കഴിഞ്ഞ ദിവസം വെഞ്ഞാറമൂട്ടിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു, നാടകോത്സവത്തിൻ്റെ സമാപന സമ്മേളനം. അതിൽ സംസാരിക്കവെയാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കുന്നത്. അതായത് ജനുവരി 4-ാം തീയതി മുതൽ സംസ്ഥാന സ്കൂൾ കലോത്സവം തുടങ്ങുകയാണ്. ഈ സ്കൂൾ കലോത്സവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു നടിയെ സംഘാടക സമിതി ബന്ധപ്പെടുകയാണ്. അത് ഈ സ്വാഗതഗാനം രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥികളെ നൃത്തം പഠിപ്പിക്കാനായാണ് ഈ നടിയെ ബന്ധപ്പെടുന്നത്. പക്ഷേ ഈ നടി തിരിച്ചാവശ്യപ്പെട്ടത് 5 ലക്ഷം രൂപയാണ് എന്നതാണ് അദ്ദേഹം പറയുന്നത്. ഒപ്പം തന്നെ പറഞ്ഞു വയ്ക്കുന്നത്, ഇതേ നടി, ഈ 5 ലക്ഷം രൂപ ആവശ്യപ്പെട്ട നടി നേരത്തെ യുവജനോത്സവത്തിലൂടെ 1-ാം സ്ഥാനമൊക്കെ നേടി വന്നുകൊണ്ട് ഈ സിനിമാ മേഖലയിൽ വളർന്നു വന്ന ഒരു നടിയാണ് എന്നതാണ്. ആ നടിയാണ് ഇത്തരത്തിൽ പണം ചോദിക്കുന്നത്. അത് പണത്തോടുള്ള ആർത്തി എന്നല്ലാതെ എന്താണ് പറയേണ്ടത് എന്നതാണ്. ഏകദേശം ഒരു 10 മിനിറ്റ് നൃത്തം, ആ നൃത്തം പഠിപ്പിക്കാൻ കുറച്ച് കുട്ടികളെ ഈ 10 മിനിറ്റ് നേരത്തേക്കുള്ള നൃത്തം പഠിപ്പിക്കാനാണ് 5 ലക്ഷം രൂപ വാങ്ങിയത് എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഇത് കേരളത്തോടുള്ള, അല്ലെങ്കിൽ കേരളത്തിലെ വിദ്യാർത്ഥികളോടുള്ള അഹങ്കാരമല്ലേ കാണിക്കുന്നത് എന്നതാണ് മന്ത്രി ചോദിക്കുകയും ചെയ്യുന്നത്. വേദിയിൽ കരമന സുധീറും സുരാജ് വെഞ്ഞാറും കൂടെ അടക്കമുള്ളവരും ഉണ്ടായിരുന്നു. ഇവരോടൊക്കെ ചോദിച്ചുകൊണ്ടാണ്, ഈ ഒരു നടിയുടെ പേര് പറയുന്നില്ല, പക്ഷേ പേര് പറഞ്ഞാൽ ഒരുപക്ഷെ അത് മാധ്യമങ്ങളിലൂടെ വന്ന് അത് വീണ്ടും ഒരു വലിയ ബുദ്ധിമുട്ടിലേക്ക്, ഒരുപക്ഷെ നടി പ്രതികരണവുമായി വരുന്നു, അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമായിരിക്കും. അതുകൊണ്ട് തന്നെ നടിയുടെ പേര് പറയുന്നില്ല. പക്ഷേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് മന്ത്രി പറയുന്നത്. ഒപ്പം തന്നെ മന്ത്രി അവസാന ഭാഗത്ത് പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യമുണ്ട്. സർക്കാരിന് ഈ 5 ലക്ഷം രൂപ നൽകാനില്ലാത്തത് കൊണ്ടല്ല ഈ വിഷയം ഇപ്പോൾ പറയുന്നത്. പകരം ഈ നടി ഇത്തരത്തിൽ 5 ലക്ഷം രൂപ ചോദിക്കുന്നത്, അതുകൊണ്ട് തന്നെ അവർക്ക് മറുപടിയായി കൊടുത്തത് ഈ പണം നൽകാൻ നിലവിൽ കഴിയില്ല, അതുകൊണ്ട് തന്നെ താങ്കളുടെ ഇത് വേണ്ട എന്നുള്ളതാണ്. അതായത് സഹകരണം വേണ്ട എന്ന് ആ നടിയോട് പറയുകയാണ് നിലവിൽ വിദ്യാഭ്യാസ വകുപ്പ് നടത്തിയിട്ടുള്ളത് എന്നതാണ്. ഏതായാലും ഇത്തരത്തിൽ നടത്തുന്നത് പല നടന്മാരും തന്നെ മന്ത്രി പറഞ്ഞത് നമുക്കൊന്ന് കേട്ടിട്ട് വരാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇത് മഞ്ജു വാര്യരല്ല കേട്ടോ. അതുകൊണ്ട് ഇനി പ്രേക്ഷകരാരെങ്കിലും പോയി മഞ്ജു വാര്യരുടെ ഫേസ്ബുക്കിൽ പോയിട്ട് ഇനി പൊങ്കാലയിടാൻ നിൽക്കണ്ട. ഇത് മറ്റൊരു നടിയാണ്. ആ നടിയുടെ പേര് പറയാത്തത് കൊണ്ടാണ് നമ്മൾ ആ നടിയുടെ പേര് പറയാത്തത്. പക്ഷേ അത് മഞ്ജു വാര്യരല്ല എന്ന് ഞങ്ങൾ ഉറപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി പ്രേക്ഷകർ പെട്ടെന്ന് കലോത്സവത്തിലൂടെ 1-ാം സമ്മാനത്തിലേക്ക് വന്നു എന്നൊക്കെ പറയുന്നത് പെട്ടെന്ന് മഞ്ജു വാര്യരെ ആയിരിക്കുമല്ലോ വിചാരിക്കുക. അങ്ങനെ കുറച്ചധികം പേരുണ്ട്. ചിലരെയൊക്കെ പ്രേക്ഷകർക്ക് നേരിട്ടറിയാം. ചില ആളുകളൊക്കെ നമുക്ക് ആ രീതിയിൽ പുതിയ അനുഭവങ്ങളൊക്കെ സിനിമയിൽ സമ്മാനിച്ച ആളുകളാണ്. അപ്പോൾ നമുക്ക് നോക്കാം, നമുക്ക് എന്താണ് പ്രതികരണമെന്നൊന്ന് കേട്ടുവരാം. ജനുവരി മാസം ഒന്നാമത്തെ ആഴ്ചയാണ് സ്കൂൾ യുവജനോത്സവം നടക്കുന്നത്. യുവജനോത്സവം വഴി വളർന്നു വന്ന ഒരു പ്രശസ്ത സിനിമാ നടി നമ്മുടെ കുട്ടികളെ ഒരു 10 മിനിറ്റ് ഡാൻസ് പഠിപ്പിച്ച്, ആ പാട്ട് പഠിപ്പിച്ച് അവതരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രോഗ്രാമുകൾ ചെയ്യണമെന്ന് പറഞ്ഞു. ചെയ്യാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. നിങ്ങൾ മനസ്സിലാക്കണം എത്ര അഹങ്കാരികളായി അവർ മാറുന്നു എന്നുള്ളത്. 5 ലക്ഷം രൂപയാണ് ചോദിച്ചത്. എത്ര അഹങ്കാരം, പണത്തോടുള്ള ആർത്തി ഇവർക്ക് തീർന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. വേറെ എത്രയോ ആൾക്കാരോട് പഠിപ്പിക്കാൻ ഉണ്ടാവും എന്നുള്ളതിനെ പറഞ്ഞ് ആ നടിയെ ഉപേക്ഷിച്ചു. സുനിഷ, ഇതാണ് മന്ത്രി പറഞ്ഞത്. നമ്മൾ ഒരിക്കൽ കൂടി പ്രേക്ഷകരെ ഒന്ന് കേൾപ്പിക്കുകയായിരുന്നു. 10 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു നൃത്തം പഠിപ്പിക്കാൻ വേണ്ടി, അതും ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികളായിരിക്കുമല്ലോ അവിടെ എത്തുന്നത്. അവരെ ഈ സ്വാഗതഗാനത്തിന് പോലെ ഒന്ന് ചിട്ടപ്പെടുത്തുക എന്നുള്ളതാണ് ഈ നടിയോട് ആവശ്യപ്പെട്ടത്. നടി 5 ലക്ഷം രൂപയാണ് ആവശ്യപ്പെട്ടത്. അതാണ് മന്ത്രിയെ പ്രകോപിപ്പിച്ചത് ആ അർത്ഥത്തിൽ. എന്തായാലും ആ നടിയുമായിട്ട് ഇനി ഈ പറയുന്ന സഹകരണം വേണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ടല്ലേ മന്ത്രി?
അരുൺ, അതെ, അത് തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അവസാന ഭാഗത്ത് തന്നെ മന്ത്രി അത് പറയുകയും ചെയ്യുന്നുണ്ട്. 5 ലക്ഷം കൊടുക്കാനില്ലാത്തത് കൊണ്ടല്ല, പക്ഷേ ഏതായാലും ഈ നടിയുമായുള്ള സഹകരണം വേണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. പണം നൽകാൻ കഴിയില്ല എന്ന് നടിയോട് തന്നെ പറഞ്ഞാണ് സംഘാടക സമിതി ഇറങ്ങിയത് എന്നതാണ് മന്ത്രി പറയുകയും ചെയ്യുന്നത്. ഈ പറഞ്ഞതുപോലെ 16,000-ലധികം പേർ പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ്, കലോത്സവമാണ്, സംസ്ഥാന കലോത്സവമാണ്. അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ അരുൺ പറഞ്ഞതുപോലെ ഏറ്റവും കഴിവുള്ള കലാകാരന്മാരാണ് ഇവിടെ എത്തുന്നത്. അതുകൊണ്ട് തന്നെ അവരെ പഠിപ്പിക്കുക എന്നുള്ളത് ഒരുപക്ഷെ ആ കുട്ടികൾ സ്വാഗത നൃത്തമാണ്. ആ സ്വാഗത നൃത്തം പഠിപ്പിക്കാനായാണ് ഏറ്റവും നല്ലൊരു കലാകാരിയെ തന്നെ ബന്ധപ്പെടുകയും ചെയ്യുന്നത്. പക്ഷേ ആ കലാകാരിയുടെ മറുപടിയായി ലഭിക്കുന്നത് 5 ലക്ഷം രൂപ പാരിതോഷികം എന്ന രീതിയിലാകുമ്പോൾ അതിന് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് മന്ത്രി പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ നടിയുടെ സഹകരണം വേണ്ട എന്ന് പറയുന്നത്. ഒപ്പം തന്നെ മന്ത്രി ചില എക്സാമ്പിളുകളായി നേരത്തെ ഈ ഓണാഘോഷ പരിപാടിക്ക് ഫഹദ് ഫാസിലിനെ ക്ഷണിച്ചതടക്കമുള്ള ഒരു ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. അന്ന് ഫഹദ് ഫാസിൽ വിമാനത്തിൽ ഇവിടെ എത്തുന്നു, എവിടെ ഏത് ഫ്ലാറ്റിലാണ് താമസിച്ചത് എന്നൊന്നും അറിയില്ല, പക്ഷെ കൃത്യമായി അവിടെ എത്തുന്നു, ഒരു പാരിതോഷികമോ അങ്ങനെയൊന്നും ചോദിച്ചിട്ടില്ല. അതേ സമയത്ത് തന്നെ ഇവിടെ ഇത്തരത്തിലുള്ള നടന്മാരും നടിമാരും ഒക്കെ ഒരു പാരിതോഷികം ചോദിക്കാതെ തന്നെ എത്തുന്ന ആളുകളുണ്ട്. പക്ഷേ അതിനിടയിലാണ് ഇത്തരത്തിലുള്ള ആളുകൾ ഈ 5 ലക്ഷവും ഇത്തരത്തിൽ ലക്ഷങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് ഈ പരിപാടികളിൽ പങ്കെടുക്കുന്നത്. അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് യുവജനോത്സവമാണ്. ഈ കലോത്സവത്തിലൂടെ തന്നെ ഈ സിനിമയിലേക്ക് എത്തിയ ഒരാളാണ് ഇത്തരത്തിൽ കലോത്സവ വേദിയിൽ ഒരു സ്വാഗത നൃത്തത്തിന് ആവശ്യപ്പെട്ടപ്പോൾ ഇത്തരം പണം ചോദിച്ചത് എന്നതാണ് മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബുദ്ധിമുട്ടിച്ചതും. അദ്ദേഹം പറയുന്നൊരു വാചകം അത് വേദനാജനകമായി തോന്നി. ഇത്തരത്തിൽ ഒരു മറുപടി തിരിച്ചു കിട്ടിയപ്പോൾ അതുകൊണ്ടാണ് അത് വേണ്ട എന്ന് വെച്ചത്. ഒപ്പം തന്നെ ഈ അങ്ങോട്ട് ആ നടിയോട് പറയുകയും ചെയ്തു, മറ്റൊരു നടിയെ അല്ലെങ്കിൽ ഈ നൃത്തം പഠിപ്പിക്കാനായി മറ്റൊരാളെ നിയോഗിക്കുകയാണ് എന്നതാണ് മന്ത്രി പറയുകയും ചെയ്തത്. ഇന്ന് മന്ത്രിയുടെ വാർത്താ സമ്മേളനമുണ്ട് 4 മണിക്ക്. ഏതായാലും അതിന് പിന്നാലെ തന്നെ ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരണം മന്ത്രിയിൽ നിന്ന് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അരുൺ, ഓക്കെ, അപ്പോൾ മന്ത്രിയുടെ പ്രതികരണം നമ്മൾ കേട്ടു. പല പ്രേക്ഷകരും ചോദിക്കുന്നുണ്ട് ഏതാണ് ആ നടി. പല മെസ്സേജുകളാണ് പലരും ഇടുന്നത്. ആ നടിയല്ലേ, ഈ നടിയല്ലേ എന്നൊക്കെ ഓരോരപ്പ എനിക്കതറിയില്ല എന്നുള്ളതേ മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ.